ബിഗ് ബോസ് മലയാളത്തിൽ ടിക്കറ്റ് ടു ഫിനാലെ വീക്കിനിടയിൽ നാടകീയ സംഭവങ്ങൾ. അക്ബർ, ആര്യൻ, നെവിൻ എന്നീ 3 ക്യാപ്റ്റന്മാരും മറ്റു മത്സരാർത്ഥികളും തമ്മിലുള്ള അസ്വാരസ്യമാണ് അതിര് കടന്നത്. തർക്കത്തിനിടയിൽ നെഞ്ചുവേദനയെ തുടർന്ന് വീണ ഷാനവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഷാനവാസ് തിരികെ വന്നതിന് ശേഷം നെവിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് ബിഗ് ബോസ് നെവിനോട് പറഞ്ഞത്. പിന്നാലെ അനീഷിനും ആരോഗ്യ പ്രശ്നം നേരിട്ടു. ഇതിനിടയിൽ അനുമോളെ ആര്യൻ അടിക്കുകയും ചെയ്തു. പാത്രം പൂർണ്ണമായും വൃത്തിയായിട്ടില്ല, വീണ്ടും കഴുകണമെന്ന് പറഞ്ഞ് ക്യാപ്റ്റന്മാരും മറ്റു മത്സരാർത്ഥികളും തമ്മിൽ രാവിലെ തർക്കമുണ്ടായി. പിന്നാലെ നൂറ കിച്ചണിൽ കയറിയതിന് പിന്നാലെ നെവിന് പാലുൾപ്പെടെയുള്ളവ കയ്യിലെടുത്തു. ഇത് മറ്റാർക്കും നൽകില്ല എന്ന നിലയിലാണ് നെവിൻ കയ്യിലെടുത്തു പിടിച്ചത്. ഈ സമയം നെവിനും ഷാനവാസും തമ്മിൽ തർക്കമുണ്ടാവുകയും ഷാനവാസിന് നേരെ നെവിൻ പാലൊഴിക്കുകയും പാക്കറ്റ് മുഖത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഈ സമയം ശാരീരിക ആക്രമണം പാടില്ല എന്ന് ബിഗ് ബോസ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടയിലാണ് ഷാനവാസ് നെഞ്ചുവേദനയെ തുടർന്ന് വീണത്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഷാനവാസ് ഭക്ഷണം കഴിച്ചിരുന്നില്ല. നെഞ്ചുവേദനയെ തുടർന്ന് ഷാനവാസ് വീണതോടെ ആക്ടിംഗ് ഡ്രാമ ആണെന്നാണ് 3 ക്യാപ്റ്റന്മാരും പറഞ്ഞത്. 3 ക്യാപ്റ്റന്മാരും ഷാനവാസിന്റെ അടുത്തേക്ക് വരാതെ മാറി നിന്നു. എനിക്ക് എവിടെയെങ്കിലും ഇരിക്കണമെന്ന് ഷാനവാസ് പറഞ്ഞതോടെ എല്ലാവരും ഷാനവാസിനെ പിടിച്ചിരുത്തി. ഈ സമയം ഷാനവാസ് ശ്വാസം കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ടായി. ഷാനവാസിന് തലകറങ്ങുകയും കൈകൾ വിറയ്ക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരാൻ ബിഗ് ബോസ് പറഞ്ഞു. ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയം ആര്യൻ ഷാനവാസിനെ പിടിക്കാൻ വന്നു. എന്നാൽ ഡ്രാമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി പിടിക്കാൻ വരണ്ട എന്ന് ആര്യനോട് അനുമോൾ പറഞ്ഞു. ഇതോടെ ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കയറ്റുന്നതിനിടയിൽ അനുമോളെ ആര്യൻ തല്ലി. നിങ്ങൾ 3 പേരും കൂടി ഷാനവാസിനെ കൊല്ലാൻ നോക്കിയതാണ് എന്ന് അനുമോൾ പറഞ്ഞു. ഷാനവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിനു പിന്നാലെ അനീഷിനും ആരോഗ്യ പ്രശ്നം നേരിട്ടു. ഛർദിയോടെ അനീഷിനെയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തി ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി. ഷാനവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന് കേട്ടപ്പോഴുള്ള ടെൻഷനും രാവിലെ ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തതോടെയാണ് ശാരീരിക അസ്വസ്ഥത തോന്നിയത് എന്ന് അനീഷ് പറഞ്ഞു. ചൊവ്വാഴ്ചത്തെ എപ്പിസോഡിൽ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് കഴിഞ്ഞതിന് പിന്നാലെ രാത്രി കിച്ചൺ ഡ്യൂട്ടിയുള്ളവർ ഭക്ഷണം ഉണ്ടാക്കിയില്ല. ഇതോടെ മറ്റു മത്സരാർത്ഥികളിൽ പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടു. തൊട്ടടുത്ത ദിവസം ക്ലീനിംഗ് ക്യാപ്റ്റനായ നൂറ ജോലി ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് അക്ബർ പ്രകോപിപ്പിച്ചിരുന്നു. രാത്രി തന്റെ ഡ്യൂട്ടി ചെയ്യാം എന്ന് ആദ്യം നൂറ പറഞ്ഞു. എന്നാൽ വീണ്ടും അക്ബർ ജോലി ചെയ്യാൻ നിർദ്ദേശിച്ചതോടെ ചെയ്യാൻ സൗകര്യമില്ല എന്ന് നൂറ പറഞ്ഞു. ജോലി ചെയ്യുന്നില്ലെങ്കിൽ ഭക്ഷണം തരില്ല എന്ന് അക്ബർ പറഞ്ഞു. ഇതോടെ അക്ബറിന് നേരെ ശക്തമായ രീതിയിൽ നൂറ പ്രതികരിച്ചു. നിങ്ങൾ ഇന്നലെ ഡ്യൂട്ടി ചെയ്യാതിരുന്നിട്ടും ഭക്ഷണം കഴിച്ചില്ലേ എന്ന് നൂറ ചോദിച്ചു. നിങ്ങൾ ഭക്ഷണം തന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കഴിക്കുമെന്ന് നൂറ വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ കിച്ചണിൽ വഴക്കുണ്ടായത്. ഒരു പാത്രത്തിൽ പൊടിയുണ്ടെന്നും ഇത് കഴുകണമെന്നും പറഞ്ഞ് ക്യാപ്റ്റന്മാർ നിർബന്ധം പിടിക്കുകയായിരുന്നു. കഴുകില്ലെന്ന് അനുമോളും ഷാനവാസും പറഞ്ഞു. ഇതോടെ പ്രശ്നങ്ങൾ രൂക്ഷമായത്. ഷാനവാസ് ആശുപത്രിയിൽ നിന്ന് തിരികെ എത്തിയതിനു ശേഷം നെവിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്.